ഹായ് മക്കളെ, ജെയ്സി സാറാണ്. സോ എല്ലാ ആൾക്കാരും വെക്കേഷൻ അടിച്ച് പൊളിക്കാന്ന് വിചാരിക്കുന്നു. നടക്കട്ടെ, ഉഷാറാകട്ടെ, കളറാകട്ടെ. അപ്പോൾ 8ാം ക്ലാസ്സിലെ മക്കൾ ചില കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. അപ്പോൾ എല്ലാ ആൾക്കാരും ഫസ്റ്റ് മുതൽ അവസാനം വരെ ഈ വീഡിയോ കാണണം. അതുകൂടാതെ ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താ പറയുക, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് ഈ ചാനലിനകത്ത് അവൈലബിൾ ആണ്. അത് കൃത്യസമയത്ത് നിങ്ങൾക്ക് എത്തണ്ടേ. അതുകൊണ്ടാണ് അത് നിർബന്ധമായിട്ട് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ, എന്താണെന്ന് അറിയോ, നിങ്ങൾക്കറിയാലോ, അടുത്ത് നമുക്ക് 8ാം ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇതുപോലെ തന്നെ എത്തുന്നത്. ഇപ്പോൾ സോഷ്യലിനൊക്കെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഏകദേശം ഒരു 14 ചാപ്റ്റർ സോഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്. അങ്ങനെ ഓരോ സബ്ജക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, അത്യാവശ്യം നല്ല തരത്തിലേക്ക് ചാപ്റ്റേഴ്സുകളുണ്ട്. ചാപ്റ്റേഴ്സിൻ്റെ മാത്രമല്ല, ഇപ്പോൾ സോഷ്യലിലൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം, അതായത് നിങ്ങളെ മുൻപുണ്ടായിരുന്ന ഒരു ബാച്ചൊക്കെ നോക്കുകയാണെങ്കിൽ അന്ന് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്കറിയാം, പഴയ ടെക്സ്റ്റ് ബുക്കാണ്. ആ ടെക്സ്റ്റ് ബുക്കിനകത്ത് നമ്മൾ അതും ഇതും ഇപ്പോൾ മാറി വന്ന ടെക്സ്റ്റ് ബുക്കും കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റാണ് ഇപ്പോൾ ഉള്ള ടെക്സ്റ്റ് ബുക്കുള്ളത്. ഇപ്പോഴത്തെ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു പ്രധാനമായിട്ട് സോഷ്യൽ സയൻസിൻ്റെ ഭാഗത്ത് നിന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ആൻഷ്യൻ്റ് ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള സാധനങ്ങൾ, അതുപോലെ തന്നെ മീഡിയവൽ ഹിസ്റ്ററി, അതുപോലെ തന്നെ ഏകദേശം ഒരു വേൾഡ് ഹിസ്റ്ററിയുടെ ഭാഗങ്ങൾ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല റിച്ച് ആയിട്ടുള്ള കണ്ടന്റ് ആണുള്ളത്. കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണ് പല കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ പോകുന്ന ആൾക്കാർ വരെ യൂസ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കാണ്. അത് അത്രയും കണ്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. ഇനി നിങ്ങളുടെ ഒരു അവസ്ഥ ഞാൻ പറയാം. നിങ്ങൾ നോക്കൂ, ഇതുവരെ 7ാം ക്ലാസ് എത്തി. 7ാം ക്ലാസ് നേരെ 8ലേക്ക് പോവാണ്. സ്വാഭാവികമായിട്ട് നോക്കണം, നമ്മുടെ എക്സാം ഒക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിനൊക്കെ നല്ല സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. കാരണം നമുക്കൊരു 8 ആക്ടിവിറ്റിയാണ് വരിക. ആ 8 ആക്ടിവിറ്റി തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചില സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് തന്നെ എഴുതാൻ പറ്റുന്നതാണ്. ചിലപ്പോൾ ഒരു 1 വേർഡ് അല്ലെങ്കിൽ 2 വേർഡ് ഒക്കെ സാധനങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതി കഴിയും. ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ എസ്സേ അങ്ങനെയുള്ള പരിപാടികളൊന്നും ആക്ച്വലി നമുക്കില്ല. നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഷോർട്ട് ആൻസർ എഴുതിയിട്ടുണ്ടോ? ഒരു എസ്സേ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഒരു പേജൊക്കെ എസ്സേ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ എഴുതിയിട്ടില്ല. എന്നാൽ ഇനി 8ാം ക്ലാസ്സിനകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എസ്സേ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കാത്തിരിക്കുന്നുണ്ട്. ഒരു എസ്സേ ഒക്കെ എഴുതണം, വലിയ മാർക്കിൻ്റെ ഒരു എസ്സേ ഒക്കെ എഴുതണം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇതൊക്കെ 8ാം ക്ലാസ്സിലുണ്ട്. ഇനി അതിനെ കൂടാതെ 8ാം ക്ലാസ്സിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നമ്മുടെ NMMS. 48,000 രൂപ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 1ഉം 2ഉം അല്ല, 48,000 രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, കിട്ടുകയാണ്. ഗവൺമെൻറ് നിങ്ങൾക്കായിട്ട് സൗജന്യമായിട്ട് എന്ത് ചെയ്യാണ്, തരികയാണ്. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സാം ഗവൺമെൻറ് നടത്തുന്നുണ്ട്. അതാണ് NMMS എന്ന് പറയുന്നൊരു എക്സാം. മക്കളെ, ഞാൻ പറയുകയാണ്, NMMS എക്സാം നിങ്ങൾ വിചാരിച്ച പോലെ ഒന്നല്ല. നമുക്കൊന്ന് നല്ല രീതിയിലേക്കുള്ളൊരു പഠനം പഠിച്ചു കഴിഞ്ഞാൽ NMMS കയ്യിൽ പോരും. അത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് നിങ്ങൾ ചോദിച്ചാൽ മതി. ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം ഉണ്ടെങ്കിൽ NMMS എന്ത് ചെയ്യും, നിങ്ങളെ കയ്യിൽ പോരും. അപ്പോൾ 8ാം ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വർഷമാണ്. നിങ്ങളൊരു ഹൈസ്കൂളിലേക്ക് എത്തുകയാണ്. ഇനി വേറൊരു കാര്യം കൂടെ നോക്കണേ, നിങ്ങൾ മുൻപൊക്കെ ഉള്ള സ്കൂളിലൊക്കെ ആക്കണമെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ക്ലാസ്സിനകത്ത് ഏറ്റവും ടോപ്പൊന്നും ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളൊന്നും ആയിരിക്കില്ല. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇനി പുതിയൊരു സ്കൂളിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യണം. ഭൂരിപക്ഷം ആൾക്കാർ പുതിയ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാണ്, ഒരു ഹൈസ്കൂൾ ക്ലാസ്സിലേക്കാണ്. അവിടെ നിങ്ങൾ ഇതുപോലെ തന്നെ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആയിരിക്കണം തുടക്കത്തിലേ നിങ്ങൾ നന്നായിട്ടൊക്കെ പെർഫോം ചെയ്യുകയാണെങ്കിൽ, ടീച്ചേഴ്സ് തന്നെ, ആ പുതിയ ടീച്ചേഴ്സാണ്, പുതിയ പരിസരമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ടീച്ചേഴ്സ് തന്നെ ഭയങ്കര വാവ് ലുക്ക് ഉണ്ടാവും അല്ലേ, നോക്കുക ഇയാൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സിനകത്ത് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് ഇതുപോലെ തന്നെ ഷൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും നോക്കും, ഇതിനൊക്കെ എന്ത് വേണ്ടി നമ്മൾ ചെയ്യണം, എന്താണ് ഇതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. മക്കളെ, ഞാൻ പറയാണ്, നിങ്ങൾ ഇപ്പോൾ വെക്കേഷൻ നിങ്ങൾ അടിച്ചു പൊളിക്കല്ലേ, നിങ്ങൾ 1 മണിക്കൂർ ദിവസം മാറ്റിച്ചാൽ, 1 മണിക്കൂർ ജസ്റ്റ് നിങ്ങൾ മാറ്റിച്ചാൽ മതി. നിങ്ങൾ 1 മണിക്കൂർ മാറ്റിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സൈലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാച്ച് ഉണ്ട്. ആ ബാച്ചിൻ്റെ പേരാണ് യോധ ബാച്ച്. 8ാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് ഇറക്കിയിട്ടുള്ളൊരു ബാച്ചാണ് യോധ ബാച്ച്. യോധ ബാച്ചിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ഫീച്ചേഴ്സുകൾ പറഞ്ഞുതരാം. യോധ ബാച്ചിനകത്ത് റെക്കോർഡഡ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ട്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് ടൈം ടേബിളൊക്കെ നിങ്ങൾക്ക് തരും. ഒരു ഡെയിലി ഇപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ആകെ കുറഞ്ഞ സമയമാണ്, 1 മണിക്കൂറൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടാവുക. ആ ക്ലാസ്സിനകത്ത് കൃത്യമായി ടൈം ടേബിൾ മുൻകൂട്ടി നിങ്ങൾക്ക് തരും. ആ ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. ലൈവായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. എന്തോ സംശയമോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനകത്ത് ഓപ്ഷൻസ് ഉണ്ട്. അതുകൂടാതെ നിങ്ങൾക്ക് എക്സാമുകൾ ഉണ്ടാവും, കറക്റ്റ് എക്സാമുകൾ, സ്കൂളിലൊക്കെ നടക്കുന്ന അതുപോലെ തന്നെയുള്ള എക്സാമുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് കാര്യങ്ങളുണ്ടാവും. നിങ്ങൾക്ക് ചോദ്യങ്ങളൊക്കെ നമുക്ക് മുൻകൂട്ടി തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അറിയാൻ പറ്റും. അതുകൂടാതെ നിങ്ങൾക്ക് എന്തോ ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്യാം, ചോദിക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ വർഷം 8ാം ക്ലാസ്സിലെ യോധ മക്കൾക്ക് വേണ്ടി സൈലം ചില പ്ലാനുകൾ കൂടി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് യോധ ബാച്ചിനകത്ത് 3 പ്രധാനപ്പെട്ട പ്ലാനുകളുണ്ട്. എന്തൊക്കെയാണെന്നറിയാം പ്ലാൻ? ഒന്നാമത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ബേസ് പ്ലാൻ എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്, ബേസ് പ്ലാൻ. അത് കഴിഞ്ഞ് സെക്കൻഡ് വരുന്ന ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞൊരു പ്ലാൻ ഉണ്ട്. മൂന്നാമത്തത് ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്നൊരു ബാച്ച് ഉണ്ട്. ഞാൻ പറയുന്നത് ഈ പറയുന്ന ബേസ് പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്ലാൻ ഉണ്ട്, ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്നൊരു പ്ലാൻ ഉണ്ട്. ഞാൻ പറയുന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, ഭാവിയിൽ നീറ്റ് ജെയ് പോലുള്ള, അതായത് ഡോക്ടർ, എഞ്ചിനീയർ പോലുള്ള വലിയ വലിയ മേഖലകളിലേക്ക് നിങ്ങൾക്ക് എത്തണം. മകളെ, നിങ്ങൾക്ക് എല്ലാ ആൾക്കാരെയും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു സാലറി ഒക്കെ നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻഫിനിറ്റി പ്രോ എന്ന് പറയുന്ന ബാച്ച് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം. സോ ഞാൻ പറഞ്ഞല്ലോ, ലിമിറ്റഡ് സീറ്റുകൾ മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ യോധയുടെ ഭാഗമായി മാറുക, അടിപൊളിയാക്കുക, മനോഹരമാക്കുക. സോ നിങ്ങൾ ചെയ്യേണ്ടത് താഴെ കാണുന്ന നമ്പർ 9954000800 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. അടിപൊളിയാക്കണം, മനോഹരമാക്കണം. ഞങ്ങൾ എല്ലാ ആൾക്കാരും സെറ്റാണ്. സോ നിങ്ങൾ പെട്ടെന്ന് കയറി വാടാ, അടിപൊളിയാക്കണം.